രാവിലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, നരേന്ദ്രമോദിക്ക് 75 വയസ്സാകുന്നു, അതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണം എന്ന് പരോക്ഷമായി RSSൻ്റെ പ്രമുഖൻ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നരേന്ദ്രമോദി ഇനി പെട്ടെന്നെങ്ങാനും പോയി രാജി സമർപ്പിച്ച് കളയുമോ? അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാരണം, കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. കുറച്ചേറെ കാലം മുമ്പ് EMS മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം. അന്ന് TV തോമസാണ് വ്യവസായ മന്ത്രി, മലയാറ്റൂർ രാമകൃഷ്ണനാവട്ടെ വകുപ്പ് സെക്രട്ടറി. ഒരു ദിവസം ഒരു ഫയല് TV തോമസിൻ്റെ മേശപ്പുറത്തെത്തി. വകുപ്പ് സെക്രട്ടറിക്ക് ദീർഘകാല അവധി കൊടുക്കണം എന്നാണ് ഫയലിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ടു അവോയ്ഡ് വിക്ടിമൈസേഷൻ ബൈ ദ ചീഫ് മിനിസ്റ്റർ അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് മാർക്സിസ്റ്റ് പാർട്ടി. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൽപ്പനയനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദ്രോഹത്തിൽ നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദ്രോഹ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ദീർഘകാല അവധി അനുവദിക്കണം എന്നാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ IAS-കാരെന്ന് ഓർക്കേണ്ടതാണ് അവരുടെ മുൻഗാമികൾ എത്രമാത്രം ധീരന്മാരായിരുന്നു എന്ന്. EMS ആണ് മുഖ്യമന്ത്രി, TV തോമസ് വകുപ്പ് മന്ത്രിയുമാണ്. പക്ഷേ സർഗധനനായ മലയാറ്റൂർ രാമകൃഷ്ണൻ സാഹിത്യകാരൻ മാത്രമായിരുന്നില്ല, ആത്മാഭിമാനമുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, മോഹൻ ഭാഗവതിൻ്റെ പ്രസംഗത്തിനെ ചിലരെ വളച്ചൊടിച്ച് വന്യമായ ചില സ്വപ്നങ്ങൾ കാണുകയാണ്. മോഹൻ ഭാഗവതിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ വിമർശന ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തൂൺ അനുവദിക്കണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി വളരെ വേഗം രാജിക്കത്തെഴുതി BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷന് സമർപ്പിക്കുകയും അതിൻ്റെ ഒരു കോപ്പി RSSൻ്റെ ആസ്ഥാനത്തേക്ക് നാഗ്പൂരിലേക്ക് കൊടുത്തയക്കുകയും ചെയ്യും എന്നാണ് ചില ആളുകൾ ഇവിടെ സ്വപ്നം കാണുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോഴാണ് ഈ തലക്കെട്ടിൻ്റെ അർത്ഥശൂന്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSSൻ്റെ പ്രചാര പ്രമുഖായിരുന്ന മോറേശ്വർ നീലകണ്ഠ പിങ്കളയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് നാഗ്പൂരിലെ മോഹൻ ഭാഗവത് പങ്കെടുത്തത്. അദ്ദേഹം പിങ്കള 75-ാമത്തെ വയസ്സിൽ പ്രവർത്തന രംഗത്ത് നിന്ന് വിരമിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആദരവ് കൊടുത്തു, ഷാള് കൊടുത്ത് ആദരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഷാള് കൊടുത്ത് ആദരിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായി എന്നുള്ളതാണ്. അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. അത് സാന്ദർഭികവശാൽ മോഹൻ ഭാഗവത് ഓർമ്മിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ വരുന്ന സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് മാത്രമല്ല മോഹൻ ഭാഗവതിനും 75 വയസ്സ് തികയുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം RSSൻ്റെ തലപ്പത്ത് നിന്ന് മാറാനുള്ള ഒരു ഇംഗിതം പ്രകടിപ്പിച്ചതാണോ എന്നും സംശയമുണ്ട്. പക്ഷെ മോദി പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് മാറാത്തിടത്തോളം കാലം തങ്ങളുടെ സ്വപ്നം പൂവണിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ കക്ഷികളാണ് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയിൽ പിടിച്ച് ഉടനെ തന്നെ നരേന്ദ്രമോദി റിട്ടയർ ചെയ്യണം, അദ്ദേഹത്തിന് 75 വയസ്സാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടാത്തൊന്നും കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? വളരെ യുവാവായ മല്ലികാർജുന ഖാർഗെയാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കൗമാരം വിടാത്ത രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. ഇവർക്കാർക്കും മാർക്കണ്ഡേയനെ പോലെ പ്രായം ബാധകമല്ല. പ്രായം ബാധകമായിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്ന് തോന്നുന്നു. ഇവിടെ ഇവരെ ചിലരെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ഒരു മാനസിക സ്ഥിതി കൂടി നമ്മൾ ഒന്ന് പരിശോധിക്കണം. ഫീൽഡ് മാർഷൽ ധീരമായിട്ട് ഇന്ന് യുദ്ധം നയിക്കുകയാണ്. അദ്ദേഹം സൈന്യത്തിൻ്റെ തലപ്പത്തുള്ളിടത്തോളം കാലം തങ്ങൾക്ക് അതിൻ്റെ അടുത്തെങ്ങും എത്താൻ കഴിയത്തില്ല എന്ന് തൊട്ട് താഴെയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കാം. അദ്ദേഹത്തിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന സുബേദാർ മേജർമാർ ഫീൽഡ് മാർഷൽ ഒഴിഞ്ഞാൽ തങ്ങൾക്ക് ഫീൽഡ് മാർഷലാകാം എന്ന് സ്വപ്നം കാണുന്ന പോലെയാണ് ഇവിടെ ചില ആളുകളുടെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതിലൊന്ന് സഞ്ജയ് റാവുത്ത് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടെ നേതാവാണ്. പണ്ട് ശിവസേനയായിരുന്നു ബാൽ താക്കറയുടെ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ അത് ഉദ്ധവ് താക്കറെയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് സോണിയ സേനയായി. ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ശവസേനയുമായി. അവരാണ് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ ഒഴിയണം, ഒഴിഞ്ഞാൽ ശിവസേനയുടെ പ്രമുഖന്മാർക്കെല്ലാം കൂടെ രാജ്യം ഭരിക്കാം എന്നാണ് അവർ ധരിക്കുന്നത്. അവരങ്ങനെ സ്വപ്നം കാണുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് അവർ മറക്കരുത്. പ്രായത്തിൻ്റെ പരിമിതികളെ മറികടന്ന്
രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് താൻ എന്ന് നരേന്ദ്രമോദി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 75 വയസ്സിൻ്റെ ഒരു കട്ടിങ് നേരത്തെ വന്നത് ബി.ജെ.പിയിലെ 75 വയസ്സ് പ്രായമുള്ള ആളുകൾ ഒഴിയണം എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്. 2014 എൽ.കെ. അദ്വാനിയോ അതല്ലെങ്കിൽ മുരളി മനോഹർ ജോഷിയോ അതുമല്ലെങ്കിൽ സുഷമ സ്വരാജോ ബി.ജെ.പിയെ നയിച്ചിരുന്നുവെങ്കിൽ 282 സീറ്റുകൾ വാങ്ങി ഇന്ത്യ ഭരിക്കാൻ കഴിയുമായിരുന്നു. ആലോചിച്ച് നോക്കേണ്ട വസ്തുതയല്ലേ. 282 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബി.ജെ.പിയുടെ സീറ്റ് കൊണ്ടെത്തിച്ചത് നരേന്ദ്രമോദി എന്ന നായകനായിരുന്നില്ലേ? അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിൽ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത ഭൂരിപക്ഷത്തിലാണ് രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിയത്. പക്ഷെ പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിക്കും സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 272 എന്ന ആ മാജിക് നമ്പർ കടക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ബി.ജെ.പിയെ ഒറ്റയ്ക്ക് 282 സീറ്റ് വാങ്ങി നൽകിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. അന്ന് നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒട്ടേറെ വിമർശനങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. അത് ബി.ജെ.പിയിൽ തന്നെ അതിശക്തമായ എതിർപ്പുകൾ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രവീൺ തൊഗാഡിയ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരായിരുന്നു. ഗുജറാത്തിലെ സർവശക്തനായ കേശുഭായ് പട്ടേൽ, അദ്ദേഹം പട്ടേൽ സമുദായത്തിൻ്റെ നേതാവ് മാത്രമായിരുന്നില്ല, ഗുജറാത്തിലെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. അദ്ദേഹവും നരേന്ദ്രമോദിക്ക് എതിരായിരുന്നു. അങ്ങനെ നരേന്ദ്രമോദി എതിരുകളുടെ ഒരു നിര മറികടന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മറക്കരുത്. നരേന്ദ്രമോദി 75 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും എന്ന് സ്വപ്നം കാണുന്നതിന് പകരം രാജ്യത്തെ നയിക്കാൻ തങ്ങളെ എങ്ങനെ പ്രാപ്തരാക്കാമെന്നും ജനങ്ങളെ ഒപ്പം നിൽക്കാൻ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ചിന്തിക്കുകയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ലത്. ലോകത്തിലെ 22 രാജ്യങ്ങൾ പരമോന്നത പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോദിയെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധൻ എന്ന പേരിലായിരുന്നു. മക്കയും മദീനയും നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും പരമോന്നതമായ പുരസ്കാരം, നമ്മുടെ ഭാരതരത്ന പോലുള്ള പുരസ്കാരമാണ് കിങ് അബ്ദുൽ അസീസ് അവാർഡ്. സൗദി അറേബ്യയുടെ ശില്പിയായ കിങ് അബ്ദുൽ അസീസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട ഈ പുരസ്കാരം നൽകിയാണ് നരേന്ദ്രമോദിയെ സൗദി അറേബ്യ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിനും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനും അതുപോലുള്ള വൻ ശക്തികളുടെ നയിക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമാണ് അതിനു മുമ്പ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. എലിസബത്ത് രാജ്ഞിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അവർ ആ സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ നരേന്ദ്രമോദി എന്ന ഒരു നേതാവിനെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം നൽകി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തോടുള്ള, മുസ്ലിം മതത്തോടെ വിരോധമുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യുമോ എന്ന് നമ്മൾ ആലോചിച്ചു. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് കുറച്ചു കാലം മുമ്പ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാനായിട്ട് വന്നിരുന്നു. അദ്ദേഹം മോദിയോട് പറഞ്ഞത് എൻ്റെയും താങ്കളുടെയും DNA ഒന്നാണ് എന്നാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റിൻ്റെയും നരേന്ദ്രമോദിയുടെയും DNA ഒന്നാണ് എന്നാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും DNA ഒന്നായിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നേതാവ് അംഗീകരിക്കപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും പരിഗണിച്ചാണ്. ലോകം മുഴുവനാണ് അംഗീകരിക്കുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. ട്രംപിന് എത്ര വയസ്സുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി കൃത്യമായി 75ാമത്തെ വയസ്സിൽ വിരമിക്കണം എന്ന് പറയുമ്പോൾ ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് കൃത്യമായി അവരെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഗുജറാത്തിലെ പിന്നോക്ക സമുദായത്തിൽ ജനിച്ച് ഒരു പാവപ്പെട്ട ചായക്കടക്കാരൻ്റെ മകനായി വളർന്നു വന്ന നരേന്ദ്രമോദി എന്ന ഈ മനുഷ്യൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എന്തിനെ ഭാഷയ്ക്കും രാജ്യത്തിൻ്റെ അതിർത്തികൾക്കും അതീതമായി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖന്മാരായ നേതാക്കന്മാരിൽ ഒരാളായിട്ട് പരിഗണിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ച ഇന്ത്യക്ക് നൽകുന്ന അന്തസ്സ്, അഭിമാനം എത്ര വലുതാണ്.
ഇന്ത്യയിലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കണം. എപ്പോൾ വിരമിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നരേന്ദ്രമോദിയാണ്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതെല്ലാം ഉപരിയായി നരേന്ദ്രമോദിയെ ഒരു റിട്ടയർമെൻറ്റിലേക്ക് തള്ളിവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഹിന്ദുമത ദർശനങ്ങൾ ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ന കാഷായം ന മുണ്ഡനം ജ്ഞാനം സന്യാസ ലക്ഷണം എന്നുള്ളതാണ്. കാഷായം ധരിച്ചതുകൊണ്ടോ തല മുട്ടയടിച്ചതുകൊണ്ടോ ഒന്നും സന്യാസിയാവത്തില്ല. സന്യാസിയാകണമെങ്കിൽ ജ്ഞാനമുണ്ടാകണം. ഭരണാധികാരിയാകണമെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലപ്പത്തെത്തിയതുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില കോക്കസുകളെ കൂടെ നിർത്തിയതുകൊണ്ടോ ഏതെങ്കിലും പത്രമാധ്യമങ്ങളുടെ വാത്സല്യ സന്താനമായതുകൊണ്ടോ ഏതെങ്കിലും മുതലാളിമാരുടെ ഫണ്ട് വാങ്ങിയതുകൊണ്ടോ ഇന്ത്യയിൽ നേതാവാകാൻ കഴിയില്ല. അങ്ങനെ നേതാവായ ആളുകളുണ്ട്, അവരുടെ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ അധികാരത്തിലെത്തണമെങ്കിൽ, ജനപിന്തുണ നേടണമെങ്കിൽ ആത്മസമർപ്പണം ഉണ്ടാകണം, രാജ്യസ്നേഹം ഉണ്ടാകണം, അഴിമതിയുടെ കറപുരളാത്ത കൈകളുണ്ടാകണം, വികസനത്തെക്കുറിച്ച് വ്യക്തമായി സ്വപ്നം കാണാനും കാണുന്ന സ്വപ്നം നടപ്പിലാക്കാനുള്ള ശേഷിയും ഉണ്ടാകണം. അത്തരം ഒരു വ്യക്തിത്വം ആർജിക്കുവാനാണ് പ്രതിപക്ഷ നേതാക്കൾ കാത്തിരിക്കേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദി അടുത്തൂൺ പറ്റി പിരിയുന്ന ഒഴിവിലേക്ക് തങ്ങൾക്ക് വരാം എന്ന ഒരിക്കലും നടക്കാത്ത മനോഹരമായി സ്വപ്നവുമായി നടക്കുന്ന പ്രതിപക്ഷത്ത് തന്നെ വംശനാശം സംഭവിക്കും എന്ന കാര്യം അവർ മറക്കാതിരിക്കുന്നത് നല്ലതാണ്. ഭാരതത്തിലെ ജനങ്ങളുടെ അംഗീകാരവും ആദരവും നേടാനാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ നരേന്ദ്രമോദി അടുത്തൂൺ പറ്റി പിരിഞ്ഞാൽ തങ്ങൾക്ക് അവിടെ എത്താം എന്ന് സ്വപ്നം കാണുന്നത് തന്നെ കഴിവുകേടിൻ്റെ ലക്ഷണമാണ്. അത്തരത്തിൽ ചിന്തിക്കാൻ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ശക്തമായൊരു പ്രതിപക്ഷം നമ്മുടെ പാർലമെൻറ്റിൽ ഉണ്ടാവുകയുള്ളൂ. അതിന് ഉള്ള കഴിവും പ്രാപ്തിയും വിവേകവും നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് കൊടുക്കട്ടെ, ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.